അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കുന്ന ഔദ്യോഗിക ചടങ്ങ് ഇന്ന് വൈകിട്ട് നടക്കും. 3:30 തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് പരിപാടി. മുഖ്യാതിഥിയായി നടൻ മമ്മൂട്ടി തിരുവനന്തപുരത്തെത്തി. മോഹൻലാലും കമലഹാസനും ചടങ്ങിനെത്തില്ല. വിജിൻ വായന്തോട് ചേരുന്നുണ്ട്. വിജിൻ, ഔദ്യോഗിക ചടങ്ങ് വൈകിട്ടാണ് നടക്കുക. രാവിലെ സഭയിൽ അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനം മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്നു. ചടങ്ങിൽ ആരൊക്കെയാണ് പങ്കെടുക്കുന്നത്? മമ്മൂട്ടി തിരുവനന്തപുരത്തെത്തിയെന്ന് മനസ്സിലാക്കുന്നു. മോഹൻലാലും കമലഹാസനും പങ്കെടുക്കുന്നില്ല, അല്ലേ? തന്നെ തീർച്ചയായും ഇന്ന് 3 മണിയോടുകൂടിയാണ് ഈ അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചതിന്റെ ആഘോഷ പരിപാടികൾ നടക്കുക. ആദ്യം കലാപരിപാടികളാണ് ഉണ്ടാവുക. 5 മണിയോടുകൂടിയാണ് മുഖ്യാതിഥികൾ, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്ന പ്രഖ്യാപന ചടങ്ങിലേക്ക് കടക്കുക. 5 മണിക്ക് ഈ പരിപാടി നടക്കുകയും പ്രസംഗം ഉൾപ്പെടെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും കലാപരിപാടികൾ ഉൾപ്പെടെ ഇപ്പോൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട പരിപാടികളുടെ മുന്നൊരുക്കങ്ങളൊക്കെ നേരത്തെ തന്നെ നടത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും മമ്മൂട്ടി തന്നെയാണ് ചടങ്ങിലെ മുഖ്യാതിഥി. മുഖ്യമായ ആകർഷണവും മമ്മൂട്ടി തന്നെയാണ്. മോഹൻലാലും കമലഹാസനും കൂടി ഉണ്ടാകും എന്നായിരുന്നു നേരത്തെ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും മറ്റ് തിരക്കുകൾ ഉള്ളതിനാൽ അവർ പങ്കെടുക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാരിൽ നിന്ന് തന്നെ ലഭിക്കുന്ന വിവരം. എന്തായാലും വലിയ ആഘോഷ പരിപാടിയായി പൊതുജനങ്ങൾക്കും വിവിധ മേഖലകളിലെ പ്രമുഖർക്കൊക്കെ ഇരിക്കാനുള്ള ഇരിപ്പിടം കൂടി ഒരുക്കിയാണ് അതിദരിദ്രരില്ലാത്ത കേരളം എന്നുള്ള പദ്ധതി. അതിൻ്റെ ഔദ്യോഗികമായ പ്രഖ്യാപനം 3:30 ആരംഭിക്കുകയും 5 മണിയോടുകൂടി മുഖ്യമന്ത്രി ആ പ്രഖ്യാപനം നടത്തുകയും ചെയ്യുക. വലിയ ആഘോഷമായി സർക്കാരിൻ്റെ ഏറ്റവും സുപ്രധാനമായി ഈ സർക്കാർ അധികാരത്തിലെത്തിയ ഘട്ടത്തിൽ പ്രകടന പത്രികയിൽ ഉൾപ്പെടെ പ്രഖ്യാപിച്ചതാണ് അതിദരിദ്രരില്ലാത്ത സംസ്ഥാനം എന്ന പ്രഖ്യാപനം നടത്തും. അങ്ങനെ ഉള്ള ഒരു സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റും എന്നുള്ളത് ആ പ്രഖ്യാപനമാണ് ഇന്ന് നിയമസഭയിൽ നടത്തിയത്. എന്തായാലും ഔദ്യോഗികമായി പൊതുജനങ്ങൾക്ക് മുമ്പിലുള്ള പ്രഖ്യാപനം അതിന്ന് വൈകിട്ട് 5 മണിയോടുകൂടിയാണ് മുഖ്യമന്ത്രി നിർവഹിക്കുക. ധന്യ.